ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പനീർ കറിയാണ്. സ്ട്രീറ്റ് സ്റ്റൈല് അല്ലെങ്കിൽ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു നല്ല ടേസ്റ്റുള്ളൊരു പനീർ കറിയാണ് കേട്ടോ. അത് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. കുറച്ചധികം ഓയിൽ ഒഴിക്കണം, കാരണം ഇതിൽ സവാള ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പനീർ കറി ഒരു 7-8 പേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരിക്കും. അപ്പോൾ അത് ഓയിൽ ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. ഇതിന് നല്ലെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ, കടുകെണ്ണ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അധികം ചപ്പാത്തി കറികൾ ഉണ്ടാക്കുക ഒന്നെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ചില കറികളൊക്കെ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 5 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയാൽ മാത്രം പോരാ, ഇത് ഒരുവിധം നല്ല രീതിയിൽ വറുത്ത് കോരിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. സവാള നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. അതാവുമ്പോഴേക്കും തക്കാളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല 3 പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ നല്ലൊരു പഴുത്ത തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 3.5 തക്കാളി അല്ലെങ്കിൽ ഒരു 4 തക്കാളി വരെയൊക്കെ എടുക്കാം, നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ. അപ്പോൾ തക്കാളിയുടെ പുളിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചില തക്കാളിയൊക്കെ നല്ല പുളി ഉണ്ടായിരിക്കും, അപ്പോൾ തക്കാളി കുറവ് ചേർക്കുക. ഞാനെടുത്തത് അത്ര വലിയ നല്ല പുളിയുള്ള തക്കാളിയൊന്നുമല്ല, സാധാരണ ഒരു നല്ല പഴുത്ത ഒരു തക്കാളിയാണ്. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 തക്കാളി പ്ലസ് ഒരു ചെറിയ തക്കാളി ഇട്ടോ എടുത്തിരിക്കുന്നത്. ഇത് സവാള നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരുവിധം അങ്ങനെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള എണ്ണയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും, ആ സവാള വറുത്ത ബാക്കിയുള്ള എണ്ണ. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എണ്ണ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് ഉള്ളിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 20 വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 3 ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റുക. അപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി മുഴുവനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനനുസരിച്ച് ചേർത്താൽ മതി. അത് ആ മസാല വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ എണ്ണയിൽ വഴറ്റിയാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് അത് വറുത്ത് അത് അരച്ച് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയും ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് അതും കൂടിയും കോരി മാറ്റുക. അതിൻ്റെ ആ പച്ചമണം, അതായത് ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു 2 വലിയ കഷ്ണം പട്ടയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ 2 പട്ട ഇല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അതും കൂടി ഒന്ന് മൂപ്പിക്കണം. പിന്നെ ഒരു 2 ചെറിയ ഏലക്കയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 വലിയ ഏലക്ക ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് കാർഡമം എന്നും ഇതിന് പറയും. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുക. ഇതിൻ്റെ തരിയൊന്നും പുറത്തേക്ക് വരണ്ട. നല്ല ക്രഷ് ചെയ്യുമ്പോൾ ഇതിലേക്ക് അതിൻ്റെ ആ ഫ്ലേവർ എണ്ണയിലേക്ക് നന്നായിട്ട് കിട്ടും. ഇത് ഓപ്ഷനിലാട്ടോ, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഇതിപ്പോൾ പൊതുവേ എല്ലാ ഗ്രോസറി കടകളിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനും വാങ്ങിക്കാൻ കിട്ടും. ഇത് വളരെ ഹെൽത്തിയാണ്, ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറും ഉണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പച്ച ഏലക്ക അല്ലെങ്കിൽ ചെറിയ ഏലക്ക മാത്രം ചേർത്താലും മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്കുള്ള മുളക് പൊടി ചേർക്കുക. അത് എരിവിന് ആവശ്യമായിട്ടുള്ള ചേർക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ മിക്സ് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിൻ്റെ ശേഷം അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ഈ മസാല ഒന്ന് മൂപ്പിക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ, അതിൻ്റെ ഫ്ലേവറും പിന്നെ ടേസ്റ്റൊക്കെ പോവും, കയ്പ്പരസം വരും. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർക്കുക. അതിനുശേഷം ആ തക്കാളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം.
ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതായത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കുക. എണ്ണ ഒന്ന് തെളിയട്ടെ. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് പഴുത്ത കാരണമാണ് ആ കളർ അങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച ആ അനിയൻ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് നന്നായിട്ട് അടിച്ചതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ തൈര് ഇതിലേക്ക് ഒഴിക്കുമ്പോഴേക്കും പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തൈര് അല്ലെങ്കിൽ മോരായാലും പ്രശ്നമില്ല, പക്ഷെ അധികം പുളി ഉണ്ടാവരുത്. തൈര് അല്ലെങ്കിൽ മോര് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കണ്ട എന്നുള്ളവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അതേപോലെ ചെയ്താൽ മതി. തൈര് ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ആ തൈരിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ആ തൈരൊന്ന് വെന്തിട്ട് പിന്നെ മീത് നന്നായിട്ട് എണ്ണ അങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള പനീർ ചേർക്കുക. പനീർ ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പനീർ ചേർക്കുക കേട്ടോ. പഴയ പനീറൊന്നും ചേർക്കരുത്. പനീർ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. പനീറൊന്ന് സോഫ്റ്റായാൽ മാത്രം മതി. കൂടുതൽ തിളപ്പിച്ചാൽ പനീർ ഹാർഡായി പോവും, കാരണം അത് ഹൈ പ്രോട്ടീൻ ഉള്ളതാണ്. പനീർ ഒരു 400 ഗ്രാം പനീറാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് അളവിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഗരം മസാലപ്പൊടി നോർത്ത് ഇന്ത്യൻ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഗരം മസാലപ്പൊടിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് ഗരം മസാലപ്പൊടി ചേർത്താലും പ്രശ്നമൊന്നുമില്ല. നോർത്ത് ഇന്ത്യൻ ഗരം മസാല ആകുമ്പോൾ അതിലേക്ക് കുറച്ച് ചേരുവയിൽ വ്യത്യാസമുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഇത് പൊറോട്ടയുടെ കൂടെ നാൻ, ചപ്പാത്തി എല്ലാറ്റിൻ്റെ കൂടി നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ തട്ടുകട അല്ലെങ്കിൽ പിന്നെ സ്ട്രീറ്റ് സ്റ്റൈലിലെ ഫുഡിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു പനീർ കറിയാണത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം. താങ്ക്